വായിക്കുക എന്ന് പറയുന്നത് അനുഭവത്തെ കൃത്യമായിട്ട് വിലയിരുത്തി കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് വായനാശീലം. വായിക്കേണ്ടത് നമ്മളിലെ അനുഭവത്തെയാണ് വായിക്കേണ്ടത്. വായിച്ചെടുക്കുക എന്ന് വെച്ചാൽ അതിനെ അനലൈസ് ചെയ്തെടുക്കുക, അതിനെ വേർതിരിച്ചെടുക്കുക. അതാണ് വായന കൊണ്ട് അർത്ഥമാക്കുന്നത്. വേർതിരിച്ചെടുക്കാനുള്ള കഴിവാണ് വായന. അപ്പം നമ്മളിലെ അനുഭവത്തെ കൃത്യമായിട്ട് വേർതിരിച്ച് സ്ഥായിയായിട്ടുള്ളൊരു അനുഭവത്തിൽ തുടരണം. ഒട്ടനവധി അനുഭവങ്ങൾ ശരീരത്തിലുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് മനപ്രയാസം, അസ്വസ്ഥത, ദുഃഖം, രോഗം, ദുരന്തം ഇതെല്ലാം ഉണ്ടാകുന്നത് വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ വ്യത്യാസങ്ങളുള്ള അനുഭവങ്ങളെ വ്യക്തമായിട്ട് വേർതിരിച്ച് വായിച്ചെടുക്കണം. വായനാശീലമെന്ന് പറയുന്നത് വളരെ സൂക്ഷ്മമായിട്ടുള്ള ആന്തരികമായിട്ടുള്ള ശ്രദ്ധയാണ് വായനയ്ക്ക് കാരണമാകുന്നത്. അക്ഷരങ്ങളെന്ന് പറയുന്നത് ശരീരമല്ലാത്തതാണ്. അക്ഷരങ്ങൾ എന്ന് പറയുന്നത് ശരീരമല്ലാത്തതാണ്. അവ ശരീരം അല്ലാത്തതിനെ കൊണ്ട് മാത്രമേ വായന സാധ്യമാകത്തുള്ളൂ. വായിക്കുമ്പോൾ പുതിയ രൂപങ്ങളില്ലാതെ വേണം വായിക്കാൻ. പുതിയ രൂപങ്ങൾ ഉണ്ടാകരുത്. അവിടെയാണ് വായനയുടെ സവിശേഷത ശ്രദ്ധയിൽ ഉണർന്നു വരുന്നത്. അപ്പോൾ വായനാശീലമുണ്ടാകണം. വായന എന്ന് പറയുന്നത് നിരന്തരമായിരിക്കണം. പുസ്തകം എന്ന് പറയുന്നത് നമ്മുടെ ശരീരമായിരിക്കണം. നമ്മുടെ സ്വന്തം ശരീരം വായിക്കാനുള്ള കഴിവുണ്ടാകണം. പുസ്തകങ്ങൾ വായിക്കുകയല്ല ചെയ്യുന്നത്, പുസ്തകങ്ങൾ വായിക്കാനായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വായനാശീലം അവിടെ തുടങ്ങുന്നില്ല. പുസ്തകങ്ങൾ വായിച്ചുകൊണ്ട് പുസ്തകങ്ങൾ എടുത്ത് കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് വായന ആയില്ല. പുസ്തകങ്ങൾ നമ്മളെ വായിക്കാൻ പഠിപ്പിക്കുന്ന ഒരു പ്രക്രിയയുടെ ഭാഗം മാത്രം. മനുഷ്യൻ സങ്കല്പിച്ച് കൊണ്ടുവന്നിട്ടുള്ള ചില സംവിധാനങ്ങൾ മാത്രമാണ് പുസ്തകം വായിക്കുന്നില്ല ആരും. വായിക്കുന്നത് നമ്മളെയാണ് വായിക്കേണ്ടത്. പുസ്തകം നമ്മളെ വായിക്കാൻ പഠിപ്പിക്കുന്നതാണ്. പുസ്തകം നമ്മളെ വായിക്കാൻ പഠിപ്പിക്കുന്നത് മാത്രമാണ്. വായിക്കാൻ തുടങ്ങിയാൽ നമ്മൾ അനലൈസ് ചെയ്യാൻ തുടങ്ങി, നമ്മൾ അനുഭവിക്കാൻ തുടങ്ങിയെന്നർത്ഥം. നമ്മളെ തുടർന്ന് അനുഭവിക്കാൻ തുടങ്ങിയ ഭാഗമാണ്. അനുഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിൽ നിന്ന് വിട്ടുപോകുന്ന ഭാഗമില്ല. കാരണം അവിടെ ഒരു സംസ്കാരമുണ്ടായി. നമ്മുടെ സംസ്കാരം എന്താണ്? നമ്മുടെ സംസ്കാരം ഞാൻ വായിച്ച് അനുഭവിച്ച് അറിഞ്ഞ അവസ്ഥയെ നിലനിർത്തുന്നതാണ് എൻ്റെ സംസ്കാരം. അവിടെ ഒരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം കൃത്യമായിട്ട് കൊണ്ടുപോകുവാനുള്ള സവിശേഷതകളെല്ലാം ശ്രദ്ധയിൽ ഉണർന്നു വരും. ഇതൊരു സിദ്ധി നേടലല്ല, സിദ്ധി നേടേണ്ട ആവശ്യമില്ല. ഇപ്രകാരം വായനയിലൂടെ ആന്തരികമായിട്ടുള്ള വ്യവസ്ഥയെ ഉണർത്തി വായിച്ചു കൊണ്ടുപോകുമ്പോൾ സിദ്ധികളെല്ലാം കൃത്യമായിട്ട് നമ്മളിൽ ലഭ്യമായിക്കോളും. സിദ്ധികൾ എന്തിനാണ്? പ്രതികൂല സാഹചര്യത്തിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് സിദ്ധികൾ. അല്ലാതെ ഒരു സിദ്ധിയും നമുക്ക് ആവശ്യമില്ല. മുൻകൂട്ടി കരുതി വെക്കുന്ന സിദ്ധികളൊന്നും നമ്മുടെ ജീവിതത്തിന് അനുകൂലമാകത്തില്ല, അത് പ്രതികൂലമാകത്തേ ഉള്ളൂ. അപ്പോൾ പുസ്തകങ്ങൾ വായിച്ചു എന്നുള്ളത് ഒരു പഠനം മാത്രമാണ്. എന്തിനു പഠിച്ചു? എന്നെ വായിക്കാനുള്ള, എന്നെ തുറന്ന് അനുഭവിക്കുവാനുള്ള, തുടർന്ന് കൃത്യമായിട്ട് അനുഭവിക്കാനുള്ള ഒരു വായന. ആ വായനയുടെ പ്രത്യേകത എന്താണ്? പണ്ട് ഇവിടെ ജീവിച്ചിരുന്ന ആൾക്കാരുടെ അനുഭവത്തിൻ്റെ ഭാഗം, അവരുടെ അനുഭവത്തിൻ്റെ നിഴലുകൾ മാത്രമാണ് ഈ വായന നമുക്ക് അനുകൂലമാകുന്നത്. വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യം വളരെ സങ്കീർണമായിട്ടുള്ള ഒരു സവിശേഷതയെ ഉണർത്താൻ സഹായിക്കുന്നു. പുസ്തകം വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷെ വളരെ സങ്കീർണമായിട്ടുള്ള നമ്മളുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ജീവൻ്റെ സത്തിനെ അറിയാൻ ആ നിസ്സാരമായിട്ടുള്ള പഠനം കൊണ്ടും സാധ്യമാണ്. പുസ്തകം വായിച്ചും നമുക്ക് നമ്മളെ അനുഭവിക്കാം.
മറ്റുള്ളവരുടെ സഹകരിച്ചും നമുക്ക് നമ്മളെ അനുഭവിച്ച് തുടരാം. ആഹാരം കഴിച്ചും അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രീതികളുണ്ട്. ഒട്ടനവധി രീതികളിലൂടെ നമ്മളുടെ സവിശേഷത നമ്മുടെ അനുഭവത്തിൽ തുറന്നു കൊണ്ടുവരാം. നമ്മളെ കൃത്യമായിട്ട് അനുഭവിക്കുക, അനുഭവത്തിൽ തുടരുക, അതാണ് ജീവിതത്തിൻ്റെ ആവശ്യം. ജീവിക്കുന്നുണ്ട് എന്നുള്ള ഭാഗം നേരിട്ട് അനുഭവിച്ചറിയണം. വ്യക്തത ഉണ്ടാകണം, സാക്ഷിയായിരിക്കണം. ഒരിക്കലും സംശയം ഉണ്ടാകാൻ പാടില്ല. അവനവനിൽ സംശയമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് അപകടമാണ്. അപ്പോൾ പുസ്തകം വായിക്കുമ്പോൾ അതൊരു പഠനം മാത്രമാണ്. എന്തിനുള്ള പഠനമാണ്? എന്നെ ഉണർത്താൻ, എന്നെ ഓപ്പൺ ചെയ്തെടുക്കാൻ, എന്നിലോട്ട് പ്രവേശിക്കാനുള്ള വളരെ ചെറിയ നിസ്സാരമായിട്ടുള്ള ഒരു ഉപകരണം മാത്രമാണ് ഗ്രന്ഥം. അല്ലാണ്ട് പുസ്തകത്തിന് വേറെ പ്രാധാന്യമൊന്നുമില്ല. അപ്പോൾ പുസ്തകം ഉപയോഗിച്ച് ഞാൻ എന്നെ ഉണർത്തിയെടുക്കുമ്പോൾ അത് ഉണർത്തിക്കഴിഞ്ഞാൽ പിന്നെ പുസ്തകം വലിച്ചെറിഞ്ഞ് കളയണം. പിന്നെ പുസ്തകത്തിന് യാതൊരു പ്രസക്തിയുമില്ല. കാരണം അമൂല്യമായിട്ടുള്ള അസാധ്യമായിട്ടുള്ളൊരു നിധിയാണ് ഉണർന്നിരിക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെയും എനിക്കും അർഹതപ്പെട്ട സർവശേഷിയും എന്നിലൂടെ സാധ്യമാകുന്ന ഭാഗമാണ് ഈ നിസ്സാരമായിട്ടുള്ള പുസ്തകം. ഒരു താക്കോല് പോലെ പ്രവർത്തിച്ചു, പൂട്ട് തുറന്നു, ഞാൻ ഉള്ളിൽ കടന്നു. ദിവ്യമായിട്ടുള്ള ആകാശവുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങി. പിന്നെ അവിടെ ആനന്ദകരമായിട്ടുള്ള പ്രവർത്തനം, അവിടെ ഏറ്റവും മഹത്കരമായിട്ടുള്ള പ്രവർത്തനത്തിലാണ് മുഴുകുന്നത്. അവിടെ യാതൊരു കാരണവശാലും ബന്ധനമല്ല. ഏറ്റവും മനോഹരമായിട്ടുള്ള, ഏറ്റവും താല്പര്യമുള്ള, ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങളിലാണ് പിന്നെ സജീവമാകുന്നത്. അപ്പോൾ ഓരോ വ്യക്തിയും അവനവനിലെ സവിശേഷതയുമായിട്ടുള്ള ബന്ധം എപ്പോൾ ആരംഭിക്കുന്നു അപ്പോൾ തൊട്ട് ജീവിക്കാൻ തുടങ്ങുന്നു. ഇപ്പോൾ പുസ്തകമായിക്കൊള്ളട്ടെ, മറ്റുള്ളവരുടെ സഹകരണമായിക്കൊള്ളട്ടെ, ഭക്ഷണം കഴിക്കുന്നതായിക്കോട്ടെ, വെള്ളം കുടിക്കുന്നതായിക്കോട്ടെ, ഉറക്കമായിക്കോട്ടെ, ചെയ്യുന്ന എല്ലാ ജോലിയും യോഗ അഭ്യാസമാണ്. ചെയ്യുന്ന എല്ലാ ജോലിയും ഒരുപോലെ കാണണം. എല്ലാം എന്നിലോട്ടുള്ള വഴിയാണ്. അല്ല പ്രത്യേകിച്ച് ഇന്നത് ചെയ്താലേ എന്നിലോട്ട് കടന്നു ചെല്ലാൻ പറ്റുള്ളൂ, അങ്ങനെ ഒരു യോഗാഭ്യാസമില്ല. അങ്ങനെ ഒരു സമ്പ്രദായവുമില്ല. എല്ലാ പ്രവൃത്തിയും എന്നിലോട്ടുള്ള വഴി തുറക്കലാണ്. എല്ലാ പ്രവൃത്തിയും എന്നിലോട്ടുള്ള വഴി തുറക്കലും എന്നിൽ സജീവമായി തുടരാൻ വേണ്ടിയിട്ടുള്ള പ്രക്രിയകൾ മാത്രമേ ഉള്ളൂ മനുഷ്യജന്മത്തിൻ്റെ സവിശേഷതയിൽ. അതല്ലാത്ത യാതൊരു പ്രവൃത്തിയും നമ്മൾ ചെയ്യാനില്ല. നിരന്തരം ചെയ്യുന്നത് ഉള്ളിലെത്തിക്കഴിഞ്ഞാൽ അവിടെ നിൽക്കുവാനുള്ള, അവിടെ നിന്ന് തുടരാനുള്ള അതല്ലാത്ത യാതൊരു ഉത്തരവാദിത്വവും നമ്മുടെ ജീവിതത്തിലില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി, വിനയത്തോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി, വിനയം, ആത്മാർത്ഥത, എളിമ, ഇതെല്ലാം നമ്മളുടെ സ്വഭാവമായിരിക്കണം. കാരണം നമ്മൾക്ക് നമ്മളിൽ പ്രവേശിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, നമ്മളെ ഉണർത്തിയെടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ കെട്ടുപോകും. നമ്മളെ ഉണർത്തിയെടുക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു ആവശ്യമാണ്.